ഓം ശ്രീ അഞ്ജുമൂർത്തയേ നമഃ. ഇതൊരു സാധാരണ ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഐശ്വര്യവും ശാന്തതയും നിറഞ്ഞ ഒരു ക്ഷേത്രം. ആ മഹാക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. നീലകണ്ഠവാഹനം ദ്വിഷഡ്ഭുജം കിരീടിനം ലോലരത്നകുണ്ടലപ്രഭാഭിരാമഷൺമുഖം ശൂലശക്തിദണ്ഡകുക്കുടാക്ഷമാലികാധരം ബാലമീശ്വരം കുമാരശൈലവാസിനം ഭജേ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് രാജഭരണകാലത്ത്, ഇളയിടത്ത് സ്വരൂപം എന്ന നാട്ടുരാജ്യത്തിന്റെ തെക്കുഭാഗമായിരുന്നു ഇവിടം. അന്ന് ഇവിടെ ധാരാളം മൃഗങ്ങളും പക്ഷികളുമൊക്കെയുള്ള വനപ്രദേശമായിരുന്നു. അങ്ങനെയുള്ള ഇവിടെ 3 മുനിമാർ വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുന്നതായി രാജാവ് ചാരന്മാർ മുഖേന അറിഞ്ഞു. ഈ മുനിമാർക്ക് സംരക്ഷണം നൽകുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനുമായി 5 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ഇവിടേക്ക് അയച്ചു. അവർ മുനിമാരുടെ തപോവനത്തിനു ചുറ്റും 5 മഠങ്ങൾ സ്ഥാപിച്ച് ചുറ്റും കൃഷിയോഗ്യമാക്കി താമസം തുടങ്ങി. അതിനിടയിൽ മുനിമാർ സമാധിയാവുകയും 3 മുനിമാർ തപസ്സു ചെയ്ത ഇവിടം മുമ്മുനിയൂർ ആവുകയും ചെയ്തു. മുമ്മുനിയൂർ കാലാന്തരയെ ലോപിച്ച് ഉമ്മന്നൂർ എന്ന ദേശനാമം രൂപപ്പെടുകയും ചെയ്തു. മുമ്മുനിയൂർ എന്ന ദേശനാമത്തിനോടൊപ്പം 3 മുനിമാരുടെ ഉപാസനാമൂർത്തിക്കായി 5 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഉമ്മന്നൂർ ശ്രീ അഞ്ജുമൂർത്തി ക്ഷേത്രവും നാനാദിക്കിലും അറിയപ്പെട്ടു. ഒരിക്കൽ മുമ്മന്നിയൂർ ദേശവാസികളായ 2 ബ്രാഹ്മണ മുഖ്യർക്ക് ചെങ്ങന്നൂർ ദേശത്തെ ഇല്ലം സന്ദർശിക്കുവാൻ പോകേണ്ടി വന്നു. അവിടേക്കെത്തി യാത്രോദ്ദേശ്യം പൂർത്തിയാക്കി മടങ്ങാൻ തുടങ്ങിയ ബ്രാഹ്മണർക്ക് മുന്നിൽ തടസ്സമായി ശക്തമായ മഴയും കാറ്റുമുണ്ടായി. അങ്ങോട്ട് പോയപ്പോൾ നടന്നു പോകാൻ തക്ക വെള്ളം മാത്രമുണ്ടായിരുന്ന പുഴ മലവെള്ളപ്പാച്ചിലിൽ കുതിച്ചൊഴുകാൻ തുടങ്ങി. അടിയന്തരമായി ഇക്കരെ എത്തേണ്ടിയിരുന്ന ബ്രാഹ്മണർക്ക് അവിടെ ഭയപ്പെട്ട് നിൽക്കുവാനേ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അവിടേക്ക് എത്തിയ ഒരു ഊരാളൻ തന്റെ പക്കലുണ്ടായിരുന്ന അടയ്ക്കയിൽ ഒരു മൂർത്തിയെ ആവാഹിച്ച് ഇവർക്ക് സമ്മാനിച്ചു. കടത്ത് സൗകര്യമില്ലാത്തതിനാൽ നിങ്ങൾ കൊണ്ടുവന്ന മറക്കുട ഒരു തോണിയായി സങ്കല്പിച്ച് അതിൽ കയറി പുഴ കടക്കുന്നതിനും നിർദ്ദേശിച്ചു. ഈ അടയ്ക്ക നിങ്ങളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നും അക്കരെ എത്തിയതിനു ശേഷം അടയ്ക്ക തിരിച്ച് മറുകരയ്ക്ക് എറിയണമെന്നും മുന്നറിയിപ്പും നൽകി. മറുകര എത്തിയ ബ്രാഹ്മണർ സംഭ്രമം നിമിത്തം അടയ്ക്ക തിരികെ എറിയണമെന്ന നിർദ്ദേശം മറന്നുപോവുകയും മൂർത്തിയെ ആവാഹിച്ച അടയ്ക്ക ഇല്ലത്തെവിടെയോ അലക്ഷ്യമായി വയ്ക്കുകയും ചെയ്തു. ശേഷം ഈ ഇല്ലം അഗ്നിബാധയിൽപ്പെട്ട് നശിച്ചു. ഈ അടയ്ക്കയും അതിരുന്ന ഭാഗവും മാത്രം അവശേഷിച്ചു. അടയ്ക്കയുടെ കാര്യവും ഊരാളന്റെ നിർദ്ദേശവും അപ്പോൾ മാത്രമാണ് ആ ബ്രാഹ്മണർ ഓർത്തത്. പിന്നീട് അടയ്ക്ക അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വച്ചപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഇതിനിടയിൽ അടയ്ക്കയിൽ ആവാഹിക്കപ്പെട്ട് നമ്മുടെ ദേശത്തെത്തിയ ആ മൂർത്തി തൻ്റെ സിദ്ധി വൈഭവങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഈ മൂർത്തിയെ ആളുകൾ തങ്ങളുടെ കാര്യസിദ്ധിക്ക് വേണ്ടി പ്രീതിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ആഭിചാരക്രിയകളും അക്കൂട്ടത്തിൽ ശക്തി പ്രാപിച്ചു തുടങ്ങി. അങ്ങനെ തിന്മയുടെ പ്രഭാവം കൂടിയപ്പോൾ ദേശവാസികൾ അഭയമൂർത്തിയായ ദേശനാഥനായ മുരുകനിൽ അഭയം പ്രാപിച്ചു. മൂർത്തിയുടെ സിദ്ധി വൈഭവങ്ങളിൽ നിന്ന് തങ്ങളെ കാത്തരുളണമെന്ന് കേണപേക്ഷിക്കുകയും ചെയ്തു.
തൽഫലമായി തെളിഞ്ഞ പരിഹാരക്രിയകൾ പ്രകാരം മൂർത്തിയെ 21 മുഴം ചങ്ങല കൊണ്ട് ബന്ധിച്ച് താഴിട്ടു പൂട്ടി ഇന്ന് നാം കാണുന്ന അമ്പലക്കര മൂർത്തിക്കാവിലെ ഇലിപ്പ മരത്തിന്റെ ചുവട്ടിൽ പ്രതിഷ്ഠിക്കുകയും ആ താക്കോൽ അഞ്ചുമൂർത്തി ഭഗവാന്റെ ശ്രീകോവിലിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ശ്രീ അഞ്ചുമൂർത്തിയുടെ ആജ്ഞാനുവർത്തിയായും സേവകനായും മൂർത്തി ഇന്നും നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം. ശനീശ്വരനായ ഇണ്ടിളയപ്പനായ സ്വാമി അയ്യപ്പന് മണ്ഡലക്കാലത്ത് ചിറപ്പും വിളക്കും സർവ പാപനാശാർത്ഥം നടത്തുന്ന ആഴിപൂജയും പ്രധാനമാണ്. പതിനൊന്ന് രുദ്രന്മാർ ചേരുന്ന മൃത്യുഞ്ജയ രുദ്രനാണ് മഹാദേവൻ. സ്വയംഭൂവായ മഹാദേവന് മഹാശിവരാത്രി ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകൾ വളരെ പ്രധാനമാണ്. ഒരു കാലത്ത് മഹാശിവരാത്രി അമ്പലം ഏലായിൽ കാളകെട്ടി എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള മഹോത്സവമായി കൊണ്ടാടിയിരുന്നു. ക്ഷേത്രത്തിലേക്ക് പൂജാപുഷ്പങ്ങൾ സമർപ്പിക്കുകയും പൂമാലകൾ കെട്ടി നൽകുകയും ചെയ്തിരുന്ന ഭഗവാന്റെ സേവകരായിരുന്ന 2 ബാലന്മാർ അക്കാലത്തെ ദേശവാഴികൾ തമ്മിലുള്ള അധികാര തർക്കത്തെ തുടർന്നുണ്ടായ സംഘടനത്തിനിടയിൽ ആക്രമിക്കപ്പെടുകയും ഇവരെ രക്ഷിക്കാനെത്തിയ കൃഷി കന്നുകാലി പരിപാലകനായ ഒരു വരേണ്യൻ ഉൾപ്പെടെ 3 കൊല്ലപ്പെടുകയും ഉണ്ടായി. സിദ്ധിവിശേഷത്തിന്റെ പിൻബലത്താലും അഞ്ചുമൂർത്തിയുടെ അനുഗ്രഹത്താലും ഈ അരുംകൊല ചെയ്യപ്പെട്ട ബാലന്മാർ അറുകൊലകളായി മാറുകയും പിന്നീട് ഇവരെ ശ്രീ മഹാദേവന്റെ വലം കാലിനു മുന്നിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പുഷ്പകരെ ആക്രമിച്ചപ്പോൾ വെട്ടുതടഞ്ഞ കന്നുകാലി പരിപാലകന് ദൈവീക ഭാവം നൽകി വെട്ടുതട്ട് മൂർത്തിയായി ആരാധിക്കുന്നു. മഹാവിഷ്ണു ഭഗവാനെ അഷ്ടമിരോഹിണി ദിവസം ശ്രീകൃഷ്ണനായും രാമായണ മാസമായ കർക്കിടകത്തിന്റെ അവസാന നാളിൽ ശ്രീരാമചന്ദ്രനായും വാഴ്ത്തി പ്രത്യേകം പൂജകൾ നടത്തുന്നു. ഹിരണ്യകശിപുവിന്റെ വരബലങ്ങൾക്ക് അതീതമായി വട്ടത്തൂൺ പിളർന്ന് നരസിംഹമായി അവതരിച്ച സാക്ഷാൽ നരസിംഹമൂർത്തിക്ക് പകലും രാത്രിയുമല്ലാത്ത ത്രിസന്ധിയിൽ വിശേഷാൽ ദീപാരാധന നടത്തിവരുന്നു. ശ്രീമുരുകന് തൈപ്പൂയ നാളിൽ വിവിധങ്ങളായ അഭിഷേകങ്ങളും സ്കന്ദഷഷ്ടി ഉൾപ്പെടെയുള്ള വ്രതാനുഷ്ഠാനങ്ങളും നടത്തിപ്പോരുന്നു. ക്ഷേത്രത്തിന് വലതുവശത്തായി ഗുളികനും വളരെ ശാന്തമായ കുളിർമയേകുന്ന കാവിനുള്ളിൽ നാഗദൈവങ്ങളും യക്ഷിയമ്മയും മാടൻ തമ്പുരാനും കുടിയിരിക്കുന്നു. വിശ്വസിച്ച് ആരാധിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും ഈ പരമാത്മാവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായതിന്റെ അവിശ്വസനീയമായ കഥകൾ പറയാൻ. നാളെയുടെ കാലത്ത് അതും ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും കൂട്ടത്തിൽ വിശ്രമിക്കുന്നുണ്ടാവും. നമ്മുടെ ദേശനാഥന് വിഷു സംക്രമസന്ധിയിൽ കൊടികയറി തുടർന്ന് 7-ാം നാൾ പള്ളിവേട്ടയും കഴിഞ്ഞ് 8-ാം നാൾ ആറാട്ടോടുകൂടി പരിസമാപ്തി കുറിക്കും.
ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടും ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല അല്ലേ? ഞാൻ കാലങ്ങളായി ഇവിടെ തന്നെ ഉണ്ട്. എന്റെ അഞ്ചുമൂർത്തി ഭഗവാനെ എന്നും കാണാനും കണിയൊരുക്കാനും ഭാഗ്യം സിദ്ധിച്ചവൻ. ഞാൻ പറയുന്നത് ഭഗവാനും ഭഗവാൻ പറയുന്നത് എനിക്കും കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവൻ. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. മൂലസ്ഥാനത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും വസിക്കുന്ന വൃക്ഷരാജാവായ ഞാൻ ഇനിയും ഉണ്ടാകും വർഷങ്ങളോളം ഭഗവാന്റെ ദാസനായി, കാവൽക്കാരനായി, വരും തലമുറകൾക്കും തണലും ജീവശ്വാസവുമായി. അടിയന് ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാക്കുക ദേവാ. അടിയന് ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാക്കുക ദേവാ. ചതുരോ വേദാഃ പുഷ്ടതഃ സശരം ധനുഃ ഇദം ബ്രാഹ്മം ഇദം ക്ഷാത്രം ശാപാദപി ശരാദപി